എറണാകുളം എളമക്കരയിൽ ചങ്ങമ്പുഴ പാർക്കിന് സമീപം കാർ നിയന്ത്രണം വിട്ട മെട്രോ പില്ലറിലിടിച്ച് 2 പേർക്ക് ദാരുണാന്ത്യം. ആലപ്പുഴ സ്വദേശികളായ ഹാറൂൺ ഷാജി, മുനീർ എന്നിവരാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന 2 പേർ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് വെളുപ്പിന് 3 മണിയോട് കൂടിയാണ് ഈ ദാരുണമായ അപകടം ഉണ്ടായിരിക്കുന്നത്. 2 പേരാണ് അപകടത്തെ തുടർന്ന് മരിച്ചിരിക്കുന്നത്. എന്തായാലും ഹാറൂൺ അതുപോലെ മുനീർ എന്നീ 2 പേരാണ്. 2 വിദ്യാർത്ഥികളാണ്. വാഹനത്തിൽ 4 പേരുണ്ടായിരുന്നു. മറ്റു 2 പേരെയും മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ഗുരുതരമായ പരിക്കുകളോടെ ICUവിൽ തന്നെ പ്രവേശിപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ്. 2 പേരും അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആലപ്പുഴ സ്വദേശികളായ ഹാറൂൺ ഷാജിയും മുനീറുമാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരം, അതായത് എയർപോർട്ടിലേക്ക് പോകാനുള്ള യാത്രാമധ്യേ വഴി തെറ്റിയാണ് അരൂർ ബൈപ്പാസ്, ഇടപ്പള്ളി ബൈപ്പാസ് കയറിയ ശേഷം ഇടത്തേക്ക് തിരിഞ്ഞ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്യാവശ്യം നല്ല സ്പീഡിലായിരുന്നു വാഹനം എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട്. അതേസമയം ഉറങ്ങിപ്പോയതാണോ, അതേസമയം വാട്ടർ അതോറിറ്റിയുടെ മറ്റൊരു കുഴി അടുത്തുണ്ട്. ആ കുഴിയിൽ വീണ് നിയന്ത്രണം തെറ്റിയാണ് മെട്രോ പില്ലറിൽ ഇടിച്ചു വന്നിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. എന്തായാലും വലിയ അപകടമാണ് സംഭവിച്ചിട്ടുള്ളത്. എയർ ബാഗ് ഉൾപ്പെടെ ഓപ്പൺ ആയിട്ടില്ല. അത് പക്ഷേ സീറ്റ് ബെൽറ്റ് ഇടാകത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ. എന്തായാലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. സ്ഥലത്ത് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് വരുന്നുണ്ട്. ഈ മരിച്ച 2 പേരും വിദ്യാർത്ഥികളാണ്. അതുപോലെ ഹാറൂൺ ഷാജി, മുനീർ എന്നിവരാണ് മരിച്ചത്. അതുപോലെ യാക്കൂബ്, ആദിൽ എന്നിവരാണ് ഇപ്പോൾ നിലവിൽ ആശുപത്രിയിലുള്ളത്. ഈ വാട്ടർ അതോറിറ്റിയുടെ കുഴി കുറേ കാലമായി നികത്താതെ കിടക്കുന്ന സാഹചര്യവും നാട്ടുകാർ വലിയ പരാതി ഉന്നയിക്കുന്നുണ്ട്. കാരണം നിരവധി അപകടങ്ങൾ ഇപ്പോൾ ഇത് വലിയ ദുരന്തത്തിലേക്ക് മാറി. നിരവധി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ഭാഗത്ത് നിന്ന്. ഈ കുഴിയിൽ വീണ് തന്നെ പലപ്പോഴും ഇത്തരം ആളുകൾ, യാത്രക്കാർ ശ്രദ്ധിക്കാത്ത കുഴികളൊക്കെ റോഡിൽ ഇത്തരം അപകടത്തിലേക്ക് നയിക്കുകയും അത് വലിയ അപകടങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അത് അത്തരം അശ്രദ്ധമായ ചില നീക്കങ്ങളൊക്കെ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുള്ള നിരന്തര പരാതിയുമുണ്ട്. ആ പരാതിയുടെ ഒരു ഒടുവിലത്തെ ഇര എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം ഈ വാട്ടർ അതോറിറ്റിയുടെ കുഴിയിൽ വീണ ശേഷം ഡിവൈഡറിലിടിച്ച് മെട്രോ പില്ലറിൽ അടിച്ചാണ് ഈ കാറ് ഈ കാണുന്ന ഒരു അവസ്ഥയിലേക്ക്, ഇങ്ങനെ താറുമാറായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അമിത വേഗത്തിലുമായിരുന്നു വാഹനം. പക്ഷേ ഇത്രയും വലിയ ഒരു അപകടത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടും അത്തരം ഈ റോഡിലെ കുഴികളുമൊക്കെ അവശേഷിക്കുന്നു എന്നുള്ളത് വലിയ ഖേദകരമായ അവസ്ഥയിലേക്കാണ്. എന്തായാലും 2 പേരുടെ അവസ്ഥ ഗുരുതരമാണ്. 2 പേരാണ്, 2 ചെറിയ കുട്ടികളാണ്. അത് 25 വയസ്സ് താഴെയുള്ള 2 പേരാണ്, വിദ്യാർത്ഥികളാണ് മരണത്തിന് കീഴടങ്ങിയത്. ഇവർ എയർപോർട്ടിലേക്ക് അവരുടെ സുഹൃത്തിനെയോ ബന്ധുവിനെയോ മറ്റോ പിക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. എന്തായാലും 2 പേരെയും അവരുടെ ബ്രദർ എത്തി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അത് കാരണം ഈ രാത്രി സമയമായതുകൊണ്ട്, വെളുപ്പിന് 3 മണി ആയതുകൊണ്ട് റോഡിലൊന്നും ആളുകൾ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ 2 പേരെ മരിച്ചുപോയി. ഇനി 2 പേര് ജീവനോട് മല്ലിട്ട് ആശുപത്രിയിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ വലിയ പരാതി ഉയർന്ന സാഹചര്യത്തിൽ പോലും എന്താണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളത്, മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ, അതല്ലെങ്കിൽ അമിത വേഗത്തിലായിരുന്നോ, അതല്ലെങ്കിൽ ഈ കുഴിയിൽ പറഞ്ഞതുപോലെ, അതായത് നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഈ കുഴിയിൽ വീണിട്ട് വണ്ടി തട്ടി തിരിച്ച് ഡിവൈഡറിൽ വന്ന് തട്ടി മെട്രോ പില്ലറിൽ ഇടിച്ച് വീണതാണോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിച്ച് വരികയാണ്.